മലയാളികൾക്ക് ഏറ്റവും ടെൻഷനുള്ള ഒരു കാര്യമാണ് വീടിന്റെ കോസ്റ്റ് എത്രയാവുന്നത്. അതിന്റെ ഒരു റഫ് ഐഡിയ ഞങ്ങൾ തരാം. അപ്പോൾ ഇപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇപ്പം ഇതേപോലെ ആവറേജ് ഫിനിഷിൽ നമുക്കിപ്പം ഒരു അലുമിനിയം വിൻഡോസ് ഒക്കെ വെച്ച് 2 കോട്ട് പുട്ടിയൊക്കെ ഇട്ട് ബേസിക് ഫിനിഷിൽ വീടൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം നിങ്ങൾ ചെയ്യുവാണല്ലേ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് എന്ത് കോസ്റ്റ് വരും? ജോലി ഇതൊരു വളരെ ഗുഡ് ക്വസ്റ്റൻ ആണ്. നമുക്ക് റെഗുലർലി മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ നമ്മളൊരു കാര്യം ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിന് ഒരിക്കലും കോട്ട് ചെയ്യാറില്ല. നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കിടെക്ടിന്റെ ഡ്രോയിങ്ങും സ്ട്രക്ചറൽ ഡ്രോയിങ്സ് കിട്ടി കഴിയുമ്പോൾ അതിനെ ബേസ് ചെയ്ത് ഒരു ഫുൾ എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ക്ലയന്റിന് കൊടുക്കും. പിന്നെ ഇപ്പോ ഈ ഒരു സൈസിലെ വീട് ഈ ഒരു റഫ്ലി പറയാനാണെങ്കിൽ ഈ ഒരു സൈസിലെ വീട് ഈ ഒരു ഫിനിഷിലെ വീട് തീർക്കാനാണെങ്കിൽ ഏകദേശം 2500 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 60 to 65 നമുക്ക് ഇതിന്റെ ബേസിക് ഫിനിഷ് അതായത് ടൈലിംഗ് പെയിന്റ് വരെയൊക്കെ എത്തിച്ച് തീർക്കാൻ പറ്റും. അത്യാവശ്യം ക്ലയന്റിന് താമസിക്കാൻ പറ്റുന്ന ഒരു ഫിനിഷിൽ നമുക്ക് 60-65 തീർക്കാൻ പറ്റും. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്റീരിയേഴ്സും കൂടെ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യുവാണ്. നമുക്ക് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഇന്റീരിയേഴ്സ് കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ എനിവെയർ ബിറ്റ്വീൻ 10 and 20 കൂടെ ഈ കോസ്റ്റിലേക്ക് ആഡ് ആവും. അതാണ് ഒരു ആവറേജ് രീതിയിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് പണിയാൻ പറ്റുന്ന ഒരു വീട്.